എക്സാലോജി കമ്പനിക്കെതിരായ ROC റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കി. സേവനം നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ROCക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്നും AK ബാലൻ പ്രതികരിച്ചു. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മൂന്നംഗ കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല. കാരണം ഉള്ളടക്കത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേയില്ല. കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഒരു കേന്ദ്ര ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോസി ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി CMRലിന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. എക്സാലോജി കമ്പനിക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഒത്തുകളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോടതിയുടെ മേൽനോട്ടത്തിൽ EDയും CBIയും അന്വേഷിക്കണം. കരുവന്നൂരിലും മാസപ്പടിയിലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെയും അതിൻ്റെ നിയമത്തിൻ്റെയും, അതായത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിൻ്റെ ഫൈൻഡിങ്. അതാരാ അന്വേഷിക്കേണ്ടത്? അവിടെയാണ് വിഷയം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷെഫീദ്, വീണ വിജയനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഒരുങ്ങുകയാണ് CPM. അതേസമയം വിഷയം വലിയൊരു ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. എങ്ങനെ വിലയിരുത്താം? കൂടുതൽ വിശദാംശങ്ങൾ. എക്സാലോജി കമ്പനിക്കെതിരായിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ ഇപ്പോൾ CPMഉം സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവുകളടക്കം ഈ രേഖകളുടെ ഇടപാടടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കിയില്ല എന്നും അതുമാത്രവുമല്ല CMRൽ എക്സാലോജിക്ക് ഇടപാടിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു ROCയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായ ഒരു ന്യായീകരണം അല്ലെങ്കിൽ എന്നൊരു വിശദീകരണം അത് ഇതുവരെയും CPMന്റെ ഭാഗത്തു നിന്നോ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയുടെ ലേഖനത്തിൽ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നുള്ള കാര്യം ആവർത്തിച്ചു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് EDയും CBIയും അന്വേഷണത്തിന് വരുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ഇന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം പ്രതികരിച്ച മുതിർന്ന നേതാവ് CPM മുതിർന്ന നേതാവ് AK ബാലനും സമാനമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഉന്നയിച്ചത്. തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്ന് ROC റിപ്പോർട്ടിൽ പറയുമ്പോൾ AK ബാലൻ പറയുന്നത് അങ്ങനെ ഒരു തെളിവുകൾ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥന് മുൻപിൽ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത്? മാത്രവുമല്ല CMRൽ നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള ക്രമവിരുദ്ധ ഇടപാടുകൾക്ക് മുഖ്യമന്ത്രിയോ മകൾ വീണ വിജയനോ എന്തിന് മറുപടി പറയണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ, അല്ലെങ്കിൽ സജീവ വിമർശന വിഷയമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. എക്സാലോജിക്ക് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളെന്ന് തെളിയിക്കുകയാണ്. ഒരു രേഖയും ഇതുവരെയും നൽകിയിട്ടില്ല, ഒരു സർവീസും നൽകിയിട്ടില്ലെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുകയാണ് ROC റിപ്പോർട്ട്. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കേണ്ടത് ED ആണെന്നും VD സതീശൻ ഇന്ന് പ്രതികരിച്ചു. ഏതായാലും വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ ചില നീക്കങ്ങൾക്ക് ROCയും ശ്രമിക്കുന്നുണ്ട്. ROC റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണത്തിന് ശുപാർശയും ചെയ്തിരുന്നു. കീർത്തന. ശരി, കൂടുതൽ വിവരങ്ങളാണ് ഷെഫീദ് റാവുത്തർ നൽകിയത്.